6 ലക്ഷം രൂപയുടെ അക്രോപോവിക്കിൻ്റെ എക്സോസ് സിസ്റ്റം. സാധാരണ സ്കിന്നുകളൊക്കെ മാറ്റിയിട്ട് കാർബൺ ഫൈബർ ആക്കിയിട്ടുണ്ട്. ഓസ്റ്റിൻ മെറ്റാലിക് യെല്ലോ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു കളർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് BMW M4നെ കുറിച്ചാണ്. വെറും M4 അല്ല, 12 ലക്ഷത്തിലധികം രൂപയ്ക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു M4. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. BMW M4 2014 മുതലാണ് വാഹന വിപണിയിൽ സജീവമാകുന്നത് എന്ന് പറയാം. അതിനു മുമ്പ് വരെ വാഹന വിപണിയിൽ ഉണ്ടായിരുന്ന M3 എന്ന് പറയുന്ന എഡിഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് M4 വാഹന വിപണിയിലേക്ക് കടന്നു വരുന്നത്. BMWയുടെ തന്നെ 4 സീരീസിൻ്റെ പെർഫോമൻസ് എഡിഷനാണ് M4 എന്നൊക്കെ നമുക്ക് തുടക്കത്തിൽ പറയാമെന്നുള്ളതാണ്. മാത്രമല്ല M3നെ അപേക്ഷിച്ച് ബെറ്റർ സസ്പെൻഷനാണ്, ബെറ്റർ എഞ്ചിനാണ് എന്നുള്ളതൊക്കെ M4നെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. വാഹനത്തെ കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്റ്റിൻ മെറ്റാലിക് യെല്ലോ എന്ന് പറയുന്ന ഈ ഒരു കളറ് ഭയങ്കര ഐ ക്യാച്ചിങ് ആണ്, അല്ലെങ്കിൽ ക്രൗഡ് പുള്ളിങ് ആണെന്ന് പറയാം. ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ വന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 12 ലക്ഷത്തിലധികം രൂപയുടെ അപ്ഗ്രഡേഷൻസ് ഈ വാഹനത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയണം. BMWയുടെ M4നെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2015 മോഡലാണെന്ന് പറയാം. അതായത് 2015 വാഹന വിപണിയിൽ ഉണ്ടായിരുന്ന, പക്ഷേ ഒരുപാട് ആളുകളുടെ ഇഷ്ടപ്പെട്ട M4 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെന്ന് പറയും. കാരണം ഇതിൽ വന്നിട്ടുള്ള ഗ്രില്ലായിരുന്നു മനോഹരമായിട്ടുള്ള ഒരു ഗ്രില്ല് എന്നുള്ള അഭിപ്രായം പല ആളുകളും പങ്കുവെക്കുന്നത് ഞാൻ പല സമയത്തായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം ഇതിന് ശേഷം വന്നപ്പോൾ 2020-ലും 2022-ലും ഒക്കെ വന്ന M4ൻ്റെ ഗ്രില്ല് കുറച്ചുകൂടി വലുതാക്കിയപ്പോൾ അതിനെ പലരും ട്രോൾ ചെയ്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും വാഹനത്തെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ഇതൊരു 3 ഡോർ വാഹനമാണ്. സൈഡിൽ 2 ഡോറും ബാക്കിൽ 1 ഡോറും അടക്കം ഒരു 3 ഡോർ വാഹനമാണ്. 4 സീറ്ററാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അകത്തേക്ക് വരുന്ന സമയത്ത് പറയാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ആ ഒരു ഗ്രില്ല്, BMWയുടെ കിഡ്നി ഗ്രില്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ഗ്രില്ലിനെ നമുക്ക് കാണാം. അതിനകത്ത് M4ൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. M4 എന്നുള്ളത് M ബാഡ്ജിങ് നമുക്കൊക്കെ അറിയാം. BMWയുടെ പെർഫോമൻസ് ബാഡ്ജിങ് ആണ് M. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു 4 കൂടി കൊടുത്ത് M4 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BMWയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഹെഡ് ലാമ്പ്, 2 ചാമ്പറുകളായിട്ട് അതിൽ ഈ ഒരു സാധനം കേട്ടോ DR ലൈറ്റ് കൊടുത്തുള്ളത്, ആ ഒരു എന്താ പറയുക, ഒരു എഡ്ജ് പോലെ ചെയ്തിട്ടുള്ള നല്ല രസമാണ് BMWയുടെ ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ കാണുന്ന സമയത്ത്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എയർ ഡാം യൂണിറ്റിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. ഈ കാർബൺ ഫൈബർ എക്സ്ട്രാ ചെയ്താണ്, നമ്മൾ പറഞ്ഞ ഈ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഇതൊക്കെ ഓപ്പൺ ആണ്, വെൻറ്റ് ഇതും ഓപ്പൺ ആണ് കേട്ടോ. ഓക്കെ, ഈ ലിപ്പും എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ M4ൽ ഇല്ല. അതുകൊണ്ട് ആ ഒരു 2 കാര്യങ്ങൾ, അതായത് ആ ഒരു കാർബൺ ഫൈബർ വന്നതും അതുപോലെ തന്നെ താഴെ ആ ഒരു ലിപ്പ് ഭാഗവും വന്നതും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ക്യൂട്ട്നെസ് ശരിക്കും ഈ വാഹനത്തിനകത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ. നല്ല രസകരമായിട്ടുള്ളൊരു പാറ്റേണിലേക്ക് ഈ വാഹനം വന്നിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ക്യാരക്ടർ ലൈനുകളും ഈ വാഹനത്തിൽ എടുത്ത് പറയേണ്ടതാണ്. 1, 2, 3 അങ്ങനെ 3 ക്യാരക്ടറുകളായിട്ട് ഹുഡിനെ കുറച്ചുകൂടി ഒന്ന് റിജിഡ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കാണുന്ന സമയത്ത് കുറച്ചുകൂടി എന്താ പറയുക, ഹൈലൈറ്റഡ് ആക്കേണ്ടതെന്ന് പറയാം. ആസ് യൂഷ്വൽ BMWയുടെ ലോഗോ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിനാണ് നമുക്ക് ഫ്രണ്ടിൽ എന്ന് പറയാനുള്ളത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു BMW വാഹനം തന്നെയാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ചില എലമെൻറ്റുകളുണ്ട്. അതിലേക്ക് വരാം. അതിന് മുമ്പ് തന്നെ ഒരു 19 ഇഞ്ച് വീല് കാണാം. ശരിക്കും ബാക്ക് പ്രൊഫൈലും അതുപോലെ തന്നെ ഫ്രണ്ട് പ്രൊഫൈലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 255 ആണ്, ബാക്കിലേക്ക് വരുന്ന സമയത്ത് 275 ആണ് എന്നുള്ളതാണ്. 19 ഇഞ്ച് വീൽ തന്നെയാണ്. ചില മോഡലുകളിൽ 2 സൈസ് വീലുകൾ കൊടുക്കാറുണ്ട്, അതായത് ഡ്രൈവിംഗ് ഡൈനാമിസത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഫെൻഡറിൽ ഒരു എയർ ഇൻടേക്ക് ഭാഗം കാണാം. അത് ശരിക്കും ആ ഫ്രണ്ടിൽ നിന്ന് എയറോ ഡൈനാമിസം, എയറിനെ സക്ക് ചെയ്ത് സൈഡിലൂടെ കളയാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ, ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ നല്ല രസമുണ്ടല്ലേ. ഇവിടെ വയ്ക്കുക, ഹായ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BMWയുടെ M പെർഫോമൻസ് ആ ഒരു മേഖലയിൽ വരുന്ന എല്ലാത്തിനും ഇതാണ്, അതൊരു ട്രേഡ് മാർക്ക് പോലെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ബ്ലാക്കഡായിട്ട് നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മുടെ റൂഫാണ്. റൂഫ് ശരിക്കും ഫുള്ളി കാർബൺ ഫൈബർ എലമെൻ്റ് ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൊള്ളാമല്ലേ, നൈസ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ, ഇത് നമുക്ക് റൂഫ് റെയിൽ വെക്കാനുള്ളതാണ്. 4 ഭാഗത്തും ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് കാണാം. അതിനകത്ത് അത് പൊക്കിയിട്ട് നമുക്ക് റൂഫ് റെയിലിനെ ഘടിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിനകത്തുള്ള രസകരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിനെ കുറിച്ച് പറയാം. നമ്മുടെ ഡോർ ഹാൻഡിൽ താഴെ നമുക്കൊരു ലാമ്പിനെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ശരിക്കും വെൽക്കം ലാമ്പല്ല, ഇതൊരു റിവേഴ്സ് ലാമ്പാണ്. നമ്മൾ ഈ ഒരു വാഹനം രാത്രിയിൽ റിവേഴ്സ് ഇടുന്ന സമയത്ത് താഴെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് ഓട്ടോമാറ്റിക് ഓണാവും. ഇതിനൊരു പ്രത്യേകത, പകൽ ഇത് ഓണാവുന്നില്ല. ഞാനിപ്പോൾ ഓണാക്കി നോക്കിയപ്പോൾ ഓണാവുന്നില്ല. അത് നല്ല രസകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈനും ആ ഒരു സൈഡ് പ്രൊഫൈലും കുറച്ചും കൂടി ഒരു എലഗൻറ്റ് ലുക്ക് ശരിക്കും നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഭാഗം കണ്ടോ, ആ ഒരു കൂപ്പ് ഡിസൈൻ തന്നെയാണല്ലോ ആ ഒരു ഗ്ലാസ്സിനും. ശരിക്കും ഈ ഒരു വണ്ടിൻ്റെ ഡിസൈൻ സ്റ്റൈൽ പോലെ തന്നെയുണ്ട്. പ്ലാസ്റ്റിക് എലമെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ
ഡീക്രോംഡ് എന്ന് പറയാം അല്ലേ. ശരിക്കും ഈ ഒരു കളറിനോട് അത് നല്ല മാച്ചാട്ടോ. ഈ ഒരു ഓസ്റ്റിൻ യെല്ലോ എന്ന് പറയുന്ന കളറിനോട് നല്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. റിയർ പ്രൊഫൈലിലെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എക്സോസ്റ്റ് ആണ്. അക്രോപോയിക്കിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 6 ലക്ഷത്തിലധികം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ എക്സോസ്റ്റ് നോട്ട് നമുക്ക് കേൾപ്പിക്കാം. 2 ഭാഗത്തും 2 ടിപ്പുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. അതിനകത്ത് ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഓപ്പണാണ്, ഫേക്ക് അല്ല, വെൻറ്റ് ഇത് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു ഓപ്പണാണ്, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ഷൻ യൂണിറ്റ് കാര്യങ്ങളാണ്. ടൈൽ ലാമ്പ് ഇങ്ങനെ 4 എന്താ പറയുക ഹൊറിസോണ്ടൽ ലൈറ്റുകളായിട്ട് ക്രമീകരിച്ചിട്ടാണ്. ഹാലജനാട്ടോ, LED ആക്കിയിട്ടില്ല. BMW ഒരു ലോഗോ ആണ്. നൈസ്. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. M4ൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഈ സ്പോയിലർ ഈ ഒരു ലിപ്പ് ഭാഗം ഈ കാർബൺ ഫൈബർ കാണുന്നത് അത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ M4ൽ എനിക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് ബൂട്ട് ഓപ്പൺ ആക്കുന്ന സിസ്റ്റം ഉണ്ട്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇതില്ല. അതുകൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാം. അതായത് അവരൊരു ബട്ടൺ കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അതായത് നമ്മളിപ്പം വാഹനം കുറച്ച് ഒരു നോച്ച് പാക്ക് എന്ന് പറയില്ല, നോച്ച് പാക്ക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്യാം അതായത് കുറച്ച് ബൂട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു 5-8 ബാഗൊക്കെ നിഷ്പ്രയാസം ഇതിനകത്ത് കൊള്ളുമായിരിക്കും. അത്തരത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് പൊക്കി കഴിഞ്ഞാൽ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൂൾ കിറ്റ്, ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്, ഈ പാർസൽ ട്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ, അടിപൊളി. അതായത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കുമ്പോൾ കറക്റ്റായിട്ട് അതാണ് കണക്റ്റ് ആവും. ഇങ്ങനെ ഒരു ബട്ടണും കൊണ്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ അത് വീടും ചെയ്തോളൂ. നൈസ് അല്ല. നമുക്ക് അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ ഒരു കൈയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. അവിടെ ലോക്ക് ചെയ്ത് വെക്കാം. നൈസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ കാണാം. ഈ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിനെ ഫോൾഡ് ചെയ്യാനുള്ളതാണ്. അത് 2 സൈഡിലും കൊണ്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെയും കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലുള്ള 2നെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് തന്നെ ഫോൾഡ് ചെയ്യാം. അതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഹസാർഡിൻ്റെ ആ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. സ്പേസ് സേവർ പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൂട്ട് ഇത് തുറന്നത് നമ്മളായതുകൊണ്ട് നമ്മൾ തന്നെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് അകത്തെ വിശേഷങ്ങളാണ്. അകത്തേക്ക് വരുന്ന സമയത്ത് സാധാരണ BMW M4-നേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലേക്കൊക്കെ വരാം. ആദ്യം തന്നെ ഡോറ് ഒരു ഫ്രെയിംലെസ് ഡോറാണെന്ന് പറയാം. വിൻഡോ താത്തി കഴിഞ്ഞാൽ പിന്നെ ഈ അടിഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, ലെതർ, പ്ലാസ്റ്റിക് ഒക്കെ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണല്ലേ, ഭയങ്കരമായിട്ടുള്ള ഹാർഡ് പ്ലാസ്റ്റിക് അല്ല. പിന്നെ അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ നമുക്ക് അവിടെ കാണാം. ഒരു 1 ലിറ്റർ ഒക്കെ ഈസി ആയിട്ട് കൊള്ളാം. അതിനേക്കാൾ വലുത് കൊള്ളാനുള്ള സൗകര്യം ഉണ്ട് തോന്നിട്ട് കണ്ടിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ്. ഈ ബട്ടണൊക്കെ നമ്മൾ സുപ്രയിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലേ BMW ഇൻസ്പയർ ചെയ്താണെന്ന്. അതേപോലെ തന്നെ അവിടെ തന്നെ കൊടുത്തിട്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇനി സീറ്റ് ഒരു ലെതർ അപ്പോൾസ്റ്റോട് കൂടി വന്നിട്ടുള്ള സീറ്റാണ്. ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാം. അതുപോലെ ഇവിടെ നമുക്ക് M ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് സീറ്റിൽ. M പെർഫോമൻസ് എന്നുള്ള ആ ഒരു സാധനത്തിന് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ല സീറ്റാട്ടോ, അത്യാവശ്യം നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര കംഫർട്ടായിരിക്കും. ഒരു പെർഫോമൻസ് വാഹനത്തിൽ വേണ്ട ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളെ സീറ്റിൻ്റെ കൺട്രോൾസ്, അതിൽ ആ റെഡ് ബട്ടൺ കണ്ടത്, റെഡ് കളറായിട്ട് അത് നമ്മൾ സൂപ്പറിൽ അതേപോലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. റെഡായിട്ട് തന്നെ മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്ന അതും കാര്യങ്ങളൊക്കെ നൈസ്. സ്റ്റിയറിംഗ് വീല് ശരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റിയറിംഗ് വീല് ഈ BMW M4-ൻ്റെ സ്റ്റിയറിംഗ് വീലല്ല. ഈ സ്റ്റിയറിംഗ് വീല് ഇവർ മാറ്റിയിട്ടുണ്ട്. ഈ കാർബൺ ഫൈബർ എലമെൻറ്റും അതുപോലെ തന്നെ ഇത് അൽക്കണ്ടാറ മെറ്റീരിയൽസാണ് ഇവിടെ കൊടുത്തുള്ളത്. അൽക്കണ്ടാറ മെറ്റീരിയൽസ് കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നി പൊതുവെ. കാരണം വെച്ചാൽ കൈ വിയർക്കുമ്പോൾ മൂപ്പരനെ വിയർപ്പിനെ സ്വെറ്റിനെ പിടിച്ചെടുത്തിട്ട് കുറച്ചുകൂടി നമുക്കൊരു റഫ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അതരത്തിലാണ് ശരിക്കും BMW M4-ൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത ഈ മൂക്ക്, അതാണിത് മൂക്ക് പോലെ അല്ലേ, ഓക്കെ, ആ മൂക്ക് ഭാഗം ഇതാണ് M ബാഡ്ജ് കൊടുത്തുള്ളത്. ഇപ്പോൾ ഇവിടെ M പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. അപ്പം ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളും മോഡ് സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ്, അതുപോലെ പാഡൽ ഷിഫ്റ്റേഴ്സ്, അതുപോലെ വൈപ്പറിൻ്റെ കൺട്രോൾ, ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ്, അതുപോലെ AC വെൻറ്റ്, ഈ കാർബൺ ഫൈബറുകളും ഇവർ അധികം ചെയ്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ അല്ല, ഒരു അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് ഈ ഭാഗം സ്പീഡോമീറ്റർ, ഇപ്പുറത്ത് RPM മീറ്റർ, ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ, തൊട്ടിപ്പുറത്ത് ഫ്യൂവൽ ഗേജ്. ഇനി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഡിജിറ്റൽ ഭാഗങ്ങളുണ്ട്. ആ താഴ്ഭാഗം ഒരു ഡിജിറ്റൽ ഭാഗമായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. നൈസ്. അതുപോലെ ഡോർ ഓപ്പൺ ആണെന്നുള്ളത് കാണിക്കുന്ന നോക്കിയ സൈഡിൽ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ നിന്നിട്ട് കാണിക്കുന്നുണ്ട് ഡോർ ഓപ്പൺ ആണ് എന്നുള്ളൊരു കാര്യം. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അതുപോലെ തന്നെ ഗിയറിൻ്റെ പൊസിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ മാനുവലാണ്. പിന്നെ അതുപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി കാണിക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോട്ടോ, ഞാനൊന്ന് ഓൺ ചെയ്യാൻ പോകണം. ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് BMW M പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ശ്രദ്ധിച്ചോ, പാർക്ക് മോഡിലാണ്. ഇപ്പം ഞാനതിനെ ന്യൂട്രലിലേക്ക് മാറ്റുകയാണ്. ട്രാൻസ്മിഷൻ ഇപ്പോൾ ന്യൂട്രലാണ്. ഇനി ഞാൻ വണ്ടി ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്യുമ്പോൾ
ഇഗ്നിഷൻ ഓൺ ചെയ്തു. അപ്പോൾ ഇഗ്നിഷൻ സ്വിച്ച്ഡ് ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഓഫ് ചെയ്തു. എന്നിട്ട് ഗിയർ ബോക്സ് പൊസിഷൻ എന്നിലാണ്, നോട്ട് പ്രസ് ടു ലോക്ക് വെഹിക്കിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ വാഹനം മൊത്തം ഓഫ് ചെയ്യാൻ വിചാരിച്ചോ, മൊത്തം ഓഫ് ചെയ്ത് അപ്പോൾ കേട്ടോ ഓട്ടോമാറ്റിക് ഈ വാഹനം പാർക്കിലേക്ക് പോയി. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കൂടി അതിനകത്തുണ്ട്. ഇനി നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണഗതിയിലുള്ള ഒരു BMW ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതിനകത്ത് നമ്മളുടെ ആ ഒരു അസൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയാനില്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴെ നമ്മളുടെ AC വെൻറ്റുകൾ കാണാം. ഹസാർഡ് ലാമ്പും ലോക്ക് അൺലോക്കും ഒരുമിച്ചാണ് കൊടുത്തുള്ളത്. അതവിടെ ബട്ടണിൽ ലാഭിച്ചിട്ടുണ്ട്. താഴെ നമ്മുടെ റേഡിയോയുടെ കൺട്രോൾ. ഈ ബട്ടണിൽ ഒരു 20 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. അതേപോലെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്തുള്ള ഇവിടെ ഉള്ളൊരു ബട്ടണില്ലേ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലിനകത്തും ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുന്നതാണ്. താഴെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ നമുക്ക് ഫോൺ വെക്കാം, കീ വെക്കാം. ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ ഇത് പൊക്കി കഴിഞ്ഞാൽ താഴെ നമുക്കൊരു ചാവിയൊക്കെ വെക്കാനുള്ള പോർട്ടും അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ കാണാം. ട്രാൻസ്മിഷൻ 7 സ്പീഡാണ്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡ്രൈവ് മോഡുകൾ, 3 ഡ്രൈവ് മോഡുകളുടെ സ്പോർട്ട് പ്ലസ്, സ്പോർട്ട് എഫിഷ്യൻറ്റ് തുടങ്ങിയിട്ടുള്ള. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സസ്പെൻഷൻ്റെ കൺട്രോൾ, സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ, ഇതും നമുക്ക് 3 വേയിൽ കൺട്രോൾ ചെയ്യാം. സസ്പെൻഷനെ നമുക്ക് സ്പോർട്ട് പ്ലസ് കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനെയും കൺട്രോൾ ചെയ്യാം, ഡ്രൈവിനെയും കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ക്യാമറയുടെ ബട്ടൺ. അതുപോലെ തന്നെ ഇത് നമ്മുടെ പാർക്കിംഗ് സെൻസറുകളുടെ ബട്ടൺ. ക്യാമറ ക്വാളിറ്റി നോക്കിയാൽ ചെറിയ ഡിസ്പ്ലേനകത്ത് കാണുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, പക്ഷേ ക്വാളിറ്റി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ല വൃത്തിയിൽ കാണുന്നുണ്ട്. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ കാർബൺ ഫൈബർ എലമെൻറ്റുകൾ കൊടുത്തിട്ട് ഇതുവരെ എക്സ്ട്രാ അഡീഷണലി ചെയ്താണ്. അത് നമ്മുടെ ഈ ഡാഷ്ബോർഡിലൊക്കെ തന്നെ കേട്ടോ, ഇവിടെ ചെയ്തിട്ടുള്ളതൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഇത് നമ്മൾ സുപ്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നൈസ്. ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ്, അതിനകത്തൊരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ ഒരു USB പോർട്ട് കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലോ ബോക്സ് സാധാരണ ഇത് ഡീസൻറ്റ് സൈസാണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഇത് ഇതേപോലെ സൂപ്പറിൻ്റെ വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം, അതിലും ഇതേ മെറ്റീരിയൽ ഗ്ലോ ബോക്സ് തുറക്കുമ്പോൾ സെയിം. ഇനി സീറ്റിങ് ഇപ്പം സാധാരണ ഇതിൽ നമ്മൾ ഡ്രൈവർ സൈഡല്ല പറയില്ല, ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ച് ഞാൻ കോ ഡ്രൈവറുടെ സൈഡത്താണ് പറയുന്നത്. നല്ല കംഫർട്ടാണ്, തൈ സപ്പോർട്ടും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഹെഡ്റെസ്റ്റാണ്, പക്ഷെ എന്നിട്ട് കഴിഞ്ഞാലും ഇരിക്കാൻ നല്ലൊരു ലംബർ സപ്പോർട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി പറയാനുള്ളതാണ് സെക്കൻഡ് റോ സീറ്റ്. സെക്കൻഡ് റോ സീറ്റിലേക്ക് കയറിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീറ്റിനൊക്കെ മുന്നിലേക്കാക്കാം മൊത്തം. ഇപ്പോൾ ഞാനിതാ മുന്നിലേക്ക് നീക്കുന്നുണ്ട്. ഇനി നീക്കിയാൽ ചിലപ്പോൾ എനിക്ക് നീക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നീച്ചിട്ട് നീക്കാം. ഫുള്ള് നീക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് കയറിയിരിക്കാം. തിരിഞ്ഞ് കയറുന്നതാണ് ബുദ്ധി. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കയറാൻ ഈസി ആയിട്ട് കയറാൻ പറ്റി. അടിപൊളി സംഭവം. ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ തൈ സപ്പോർട്ട് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ നല്ല തൈ സപ്പോർട്ട് ഉണ്ടോ, ഇവിടം വരേണ്ടോ തൈ സപ്പോർട്ട് ഉണ്ട്. നൈസ്. ഇനി ഞാൻ സാധാരണഗതിയിൽ ഈ സീറ്റാക്കാൻ സിമ്പിളാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ സാധനം ഇതൊന്നും കൂടെ ചെയ്യാൻ ഇങ്ങോട്ട് നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ വെക്കി കഴിഞ്ഞാൽ ബാക്കിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഫ്രണ്ടിലിരിക്കാവുന്ന ഒരു സ്പേസാണ് ഇപ്പം ഈ ഫ്രണ്ട് സീറ്റിനുള്ളത്. അത് വെച്ച് ഞാൻ ബാക്കിലിരിക്കുമ്പോൾ കുഴപ്പമില്ല, നൈസാണ്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. തല ചെറുതായിട്ടൊന്ന് മുട്ടുന്നൊരു പ്രശ്നമുണ്ട്, കാരണം ഞാൻ നല്ല നീളമുള്ള ആളായതുകൊണ്ട്. അത് സാധാരണ ആളുകൾക്കൊന്നും അത് എക്സ്പെക്ട് ചെയ്യേണ്ട. പിന്നെ അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റിയാണ്. ഓക്കെ, ഹായ് എടാ, ഇതിൽ കൂടി നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. കൊള്ളാം കേട്ടോ. ബാക്ക് സീറ്റ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയാണ്. ഇവിടെ ഒരു AC വെൻറ്റും ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാമ്പ് ഉണ്ട്, അത്യാവശ്യം നല്ല കൺവീനിയൻ്റ് ആണ്. അതുപോലെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെതറിൻ്റെ ചെറിയ സപ്പോർട്ടാണ്, അത് വലിയ സപ്പോർട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് ആ ബട്ടൺ ഉണ്ടോ, നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ നീക്കാം. നൈസ്. ഇത്ര വരെ പോകുള്ളൂ. അതാ പോകുന്നു. ഓക്കെ, അടിപൊളി, കൊള്ളാം കേട്ടോ, നൈസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്, അതായത് M4ൻ്റെ എൻജിൻ. ഇനി നമ്മളെ എൻജിൻ ബേ ഓപ്പൺ ആക്കലാണ്. അത് സാധാരണഗതിയിൽ 2 വട്ടം, നമ്മൾ സുപ്രയിൽ പറഞ്ഞ പോലെ 2 വട്ടം ആക്കി കഴിഞ്ഞാൽ ഹുഡ് ഓപ്പണായി. ഇനി നമ്മളിതിൻ്റെ എൻജിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 4 ലിറ്റർ ട്വിൻ ടർബോ എൻജിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. പവർ എഴുതി വെച്ചിട്ടുണ്ട്, ഭയങ്കര പവറാണ്. അതായത് 426 ഹോഴ്സ് പവറും 406 Nm ടോർക്കുമാണ് ഈ എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, BMW കാസ്ട്രോൾ, അതിൻ്റെയൊക്കെ പരസ്യമവിടെ കാണാം. ഈ ഒരു കാർബൺ ഫൈബർ എലമെൻറ്റ് ഇവർ ചെയ്തതല്ല, വാഹനത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കണ്ടതായിട്ടൊരു ഓർമ്മ എനിക്ക് എവിടെയൊക്കെയോ ഉണ്ട്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ. ഈ ഒരു കുഞ്ഞ റോക്കറ്റിനെ എന്തുകൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എൻജിൻ തന്നെയാണ് എന്ന് പറയാം. ട്വിൻ ടർബോ, ഒരു ടർബോ ഇനീഷ്യൽ പിക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു 7 സ്പീഡ് DSGയും അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവലുമാണ് ശരിക്കും ഈ വാഹനത്തിനകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 7 സ്പീഡ് DSG ആണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. കൊള്ളാല്ലേ, നൈസ്.
ഇനി നമുക്ക് പറയാനുള്ളത് BMW M4 പ്രൈസിനെ കുറിച്ചാണ്. 2015 ഈ വാഹനത്തിന് ഏകദേശം ഒരു 50 to 70 ആ ലക്ഷം അത്ര രൂപേൻ്റെ ഇടയിലായിരുന്നുണ്ടാവുക ഏറെക്കുറെ. ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1.5 CR ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു പ്രൈസാണ് പറഞ്ഞത്, അതായത് 50 to 70. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം എല്ലാം കൂടി ചെയ്തിട്ട് ഇതിൻ്റെ ഓണേഴ്സിന് ആ ഒരു കാലത്ത് ഏകദേശം 80 ലക്ഷം രൂപയോളമാണ് വില വന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡ്രൈവ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ വാഹനം ഓൺ ചെയ്യുന്നതിൻ്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ വാഹിദ് ബ്രോ ഉണ്ട്. വാഹിദ് ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. വാഹിദ് ബ്രോ ആണ് ഈ വാഹനത്തിൻ്റെ ഉടമ. അതായത് എനിക്ക് തോന്നുന്നു കേരള രജിസ്ട്രേഷനുള്ള കേരളത്തിലെ ഏക M4 ആയിരിക്കും അല്ലേ? വേറെ M4 എനിക്ക് തോന്നുന്നു വേറെ രജിസ്ട്രേഷനൊക്കെയാണ് കേരളത്തിൽ. എന്തുകൊണ്ടാണ് M4 എന്ന് പറഞ്ഞൊരു വണ്ടി എടുത്തത്? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? M4 എന്നുള്ളത് ഒരു ഡ്രീമായിരുന്നു. അടിപൊളി. ശരിക്കും വാഹിദ് ബ്രോ എന്ന് പറഞ്ഞാൽ വാഹിദ് ബ്രോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അൽബൈക്ക് എന്ന് പറയുന്ന കേരളത്തിലെ നെറ്റ്വർക്ക് മുഴുവൻ വാഹിദ് ബ്രോഡാണ്. ബ്രദറുണ്ട്. ബ്രദർ ഫാമിലി ആണ്. അപ്പോൾ സ്വപ്നം കണ്ടെടുക്കാവുന്ന ഒരു റേഞ്ചാണ് നടത്തം ശരിക്കും പറയുന്നത്. ഓക്കെ, ഒരു ചോദ്യം, ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? ഡ്രൈവന്. വാഹിദ് ബ്രോഡ് ശരിക്കും ഒരു വണ്ടിപ്രാന്തനാണല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം 70 ലക്ഷം രൂപയോളാണ് തോന്നുന്നത് ഇതിൻ്റെ വില വരുന്നത്. 80 ലക്ഷം രൂപയോളം. അതിന് ശേഷമാണോ ഈ ഇത്രയും മോഡിഫിക്കേഷൻ? എടുത്തപ്പോൾ തന്നെ എല്ലാം മോഡിഫൈ ചെയ്തിട്ട് തന്നെയാണ് ഇറക്കിയത്. വണ്ടിപ്രാന്തിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പം സമകാലീനമായിട്ടുള്ളൊരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വരാം. വെച്ചാൽ ഒരു വണ്ടിപ്രാന്ത് നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇപ്പം പല ആളുകളും പല ഭ്രാന്തിലാണ് നടക്കുന്നത്. ലഹരിയുടെ പ്രശ്നങ്ങൾ, ഒരുപാട് ആൾക്കാർ നാർക്കോട്ടിക്സ്, മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശരിക്കും ഒരു വണ്ടിപ്രാന്ത് നല്ലതാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. വാഹിദ് ബ്രോയുടെ അഭിപ്രായം എന്താ? അംഗീകരിക്കുന്നു. ശരിക്കും ഒരു ഭ്രാന്ത് ഇത് ശരിക്കും എല്ലാവരും വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനൊന്നുമില്ലല്ലേ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രം, പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇതിനൊന്നും മിനുക്കി ഇതിനൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പിറക്കി നടക്കുമ്പോൾ വേറെ ഒന്നിലേക്കും പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വണ്ടിപ്രാന്ത് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്രാന്തൊക്കെ ഉണ്ടാവുക നല്ലതാണ്, അല്ലെങ്കിൽ ഒരു കളി അല്ലെ ക്രിക്കറ്റ് അങ്ങനത്തെ ഒക്കെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു ചോദ്യം, ഇത് ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും ദീർഘദൂരം ഇതിട്ട് യാത്ര ചെയ്തിട്ടുള്ള എവിടേക്കാണ്? അങ്ങനെ ഓവറായിട്ട് നമ്മൾ ലോങ് പോയിട്ടില്ല. കാരണം നമ്മളിവിടുത്തെ റോഡ് സമ്മതിക്കൂല. ആഗ്രഹമില്ല. ഓക്കെ, കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവ്. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ കയറ്റണമെങ്കിൽ തന്നെ അത്യാവശ്യം മെനക്കെടുക്കാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാഹിദ് ബ്രോ. ഞങ്ങളിങ്ങനെ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് ഓക്കെ പറയുകയും ആ സമയത്ത് ഒരാളെയും കൂടി പറയണം. നമ്മുടെ EAS മലപ്പുറം അവരാണ് നമുക്കിതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവനക്ക് ഒരു താങ്ക്സ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വാഹിദ് ബ്രോൻ്റെ കൊടുക്കുന്നുണ്ട് താഴെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. EAS മലപ്പുറം എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് ഇറങ്ങുന്ന എല്ലാ എക്സോട്ടിക് വണ്ടികളുടെയും ഡീറ്റെയിൽസ് അതിനകത്തിടാം. ഈ ശരിക്കും വണ്ടി മലപ്പുറം ജില്ലക്കാരനാണ്, പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പം രണ്ട് ജില്ലകൾ തമ്മിലൊരു സൗഹൃദം കൂടി ആവട്ടെ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. നമ്മളെ M4 ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ശരിക്കും ഇരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് തീർച്ചയായിട്ടും ഒരു പുൾ ബാക്ക് ഉണ്ടായിരിക്കും. ആ പുൾ ബാക്കൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് തന്നെയാണ്. അത് നമ്മളൊരുവിധം സ്പോർട്സ് കാറിലൊക്കെ അകത്തന്നെ ഉള്ളതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല. ശരിക്കും ഭയങ്കര ത്രോട്ടിൽ കൊടുത്ത് നമ്മൾ എടുക്കുന്നില്ല. ആദ്യം നമ്മളിതൊന്ന് പതുക്കെ പോകുമ്പോൾ സസ്പെൻഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് റിയലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് റെവ് ചെയ്തെടുത്ത് നോക്കാം. ഓക്കെ, എടുക്കുമ്പോൾ തന്നെ ശരിക്കും ആ DSC ഉണ്ടല്ലോ, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അതിൻ്റെ ഫീൽ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതായത് വലിയ ഫീലൊന്നും ഇല്ലാതെ വണ്ടി മുന്നോട്ട് കുതിച്ച് പോകുന്നുണ്ട്. സസ്പെൻഷൻ സ്റ്റിഫാണ്, അതുകൊണ്ട് തന്നെ റോട്ടിലുള്ള ചാട്ടം നമുക്ക് വേഗം മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഇത്തരത്തിലൊരു പെർഫോമൻസ് വാഹനത്തിൽ സ്റ്റിഫറായിട്ടുള്ള സസ്പെൻഷനാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹൈവേയിൽ ടേൺ ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോഡി റോളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ മനം എടുപ്പിക്കുന്ന ഫീലോ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല എത്ര ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാലും വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ശരിക്കും ആക്സിലറേഷൻ എന്നുള്ള സാധനം ഭയങ്കര സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടോ വാഹനം അങ്ങോട്ട് കയറി വരുന്നൊരു ഫീലുണ്ട്. പിന്നെ NVH ലെവലിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. കാരണം വെച്ചാൽ എക്സോസ്റ്റ് ഓൾറെഡി ഇവർ മാറ്റിയതുകൊണ്ട് തന്നെ ക്യാബിൻ്റെ അകത്തേക്ക് എക്സോസ്റ്റിൻ്റെ കേൾക്കുന്നുണ്ട്. പിന്നെ എത്രയും വലിയൊരു എക്സോസ്റ്റ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിൻ്റെ അകത്തേക്ക് കേൾക്കണമല്ലോ. പിന്നെ എങ്കിലും അത് വെച്ചിട്ട് കാര്യമില്ല, പുറത്തുള്ളവരെ മാത്രം കേൾപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മളും കൂടി കുറച്ച് കേൾക്കണ്ടേ. അതുകൊണ്ട് ആ ഒരു സൗണ്ട് ശരിക്കും നമുക്ക് വാഹനത്തിനകത്തേക്ക് കിട്ടുന്നുണ്ട്. സസ്പെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ബമ്പൊക്കെ ചാടുമ്പോഴും ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മളെ ഭയങ്കരമായിട്ട് മനം മടുപ്പിക്കുന്ന തരത്തിലുള്ള സാധനമൊന്നുമല്ല. എക്സസ് നോക്കിയാൽ പൊളി. ഇനി
പതുക്കെ പോകുന്ന സമയത്ത് എനിക്ക് അത്ര പറയാനില്ല. പിന്നെ ഇത് ഒറിജിനൽ സ്റ്റിയറിംഗ് വീൽ അല്ല ഇതിൻ്റെത്, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഈസി ടു കൺട്രോൾ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ അൽക്കണ്ടറ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, അത് ശരി, അതും ഒരു നല്ല ഘടകമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈയൊന്ന് വയർക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇതൊരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് വെറ്റായിട്ട് വഴുക്കിച്ച് പോകില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിട്ട് സ്പീഡിലാണല്ലോ യാത്ര ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പതുക്കെ പോകുന്ന സമയത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വഭാവം പുറത്തെടുക്കാം. അതായത് ഒന്ന് RPM കയറ്റി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫീൽ എന്നുള്ളത് ഒന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് റെഡി, വാ. ശരിക്കേ ഒരു സമയത്ത്, അതായത് RPM അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് സമയം എടുക്കുന്ന ഇതൊരു ചാടനൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ്സ് നൈസ്, അടിപൊളി ഫീല്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ വെച്ചാൽ എത്ര സ്പീഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല RPM കയറ്റി ഓടിച്ചു. ആ സമയത്ത് പോലും അണ്ടർ കൺട്രോളാണ്, അതൊരു നല്ല കാര്യം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വളവൊക്കെ ഞാനൊന്ന് ഒടിച്ചെടുത്തു. ആ സമയത്തും കോർണറിങ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഒരു സ്പോർട്സ് വാഹനത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ്നെസ് ആണ്, അതായത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, അങ്ങനെ പറയാം. ആ സാധനമൊക്കെ ഉണ്ടെങ്കിലാണ് ശരിക്കും നമുക്കൊരു സ്പോർട്സ് വാഹനം അതിൻ്റെ ഒരു ഫീൽ ഗുഡോട് കൂട്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ, ഒരു രസം ഉണ്ടായിരിക്കില്ല. കൊള്ളാം കേട്ടോ സംഭവം. M4 ഐ ലൈക്ക് ഇറ്റ്. നല്ലൊരു എന്താ പറയുക, അഡ്രിനാലിൻ ഡ്രൈവൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രൗണ്ടഡ് ആണ്, അത്യാവശ്യം നല്ല കോൺഫിഡൻറ്റ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല കോൺഫിഡൻസിൽ. അതിന് നല്ല സ്പീഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും പാളുന്ന പ്രശ്നങ്ങളില്ല, അതുപോലെ കൈവിട്ടു പോകുന്ന പ്രശ്നങ്ങളില്ല. അതൊക്കെയും നല്ല വെൽ മാനേജ്ഡ്. പ്രൗഡ് ഓഫ് യു മാൻ. ഇപ്പോൾ ഞാൻ വണ്ടി സ്പോർട്ട് പ്ലസ്സിലിട്ടു. ഇനി ഒറ്റ സ്ട്രെച്ച് ചെയ്യാനൊന്ന് എടുത്ത് നോക്കാൻ പോകണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. റെഡി. ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ഇനീഷ്യൽ പിക്കപ്പിന് സമയം എടുക്കുന്നത് ശരിക്കും ഇവിടെ പോകാൻ കഴിയൂല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ വണ്ടിയുണ്ട്. പക്ഷേ നൈസ്. ശരിക്കും നമ്മളെ ഇനിയും കുറച്ചും കൂടി ഓടിക്കും, കുറച്ചും കൂടി ഓടിക്കൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് BMW. അതായത് പോരാ അത് വണ്ടി നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് എവിടെയോ കിട്ടുന്നു. അതൊരു അശരീരിയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും BMW M4 ഓടിക്കുന്ന സമയത്തുള്ള ഫീലുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വെച്ചാൽ വിസിബിലിറ്റിയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല വിസിബിളാണ് കാര്യങ്ങളാണ്. അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്പീഡ് നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ എല്ലാ കാര്യങ്ങളും ഡ്രൈവർ ഓറിയൻറ്റിക്കാണ്. BMW ആസ് യൂഷ്വൽ ഒരു ഡ്രൈവേഴ്സ് കാറാണ്, അതുകൊണ്ട് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്ലഷറായിരിക്കും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് M4 ഒരു പെർഫോമൻസ് വാഹനമാണ്, അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്തുണ്ട്. ശരിക്കും പെർഫോമൻസാണ്. അഡ്രിനാലിനെ കണ്ട് തിളപ്പിച്ചിട്ട് നമ്മളെ കണ്ടല്ലോ വേറെ ലെവൽ. അപ്പോൾ എന്തായാലും ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ടു വാഹിദ് ബ്രോ, ഇത്തരത്തിലൊരു അവസരം തന്നതിലും അതുപോലെ തന്നെ ഇത് ഡ്രൈവ് ചെയ്യാനും ഇതൊന്ന് റിയലൈസ് ചെയ്യാനും അവസരം തന്നതിലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. ആ ചങ്ങായിമാര് പേടിച്ചോടി.